അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാമപ്പിലോട്ട് കിടക്കാം. വാമപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ഏതൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നും വാമപ്പ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിൽ ആക്ച്വലി ചെറിയ ചെറിയ ഡ്രോംസ് ഉണ്ടാവുകയാണ് ചെയ്യുക. അതായത് ചെറിയ ചെറിയ പൊട്ടലുകൾ വന്നിട്ടാണ് ആ മസിൽസ് ആക്ച്വലി ഡെവലപ്ഡ് ആവുന്നത്. അപ്പോൾ ആ പൊട്ടലുകൾ വലിയൊരു ഇഞ്ചുറിയിലോട്ട് മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കൗട്ടിന് മുന്നേ നമ്മൾ വാമപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വാമപ്പ് ആക്ച്വലി നമ്മൾ ഫുൾ ബോഡി ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കഴുത്തിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും അത് ഏത് മസിൽസിലാണോ ചെയ്യണത് അതിന് മുമ്പ് ആ ഒരു പർട്ടിക്കുലർ മസിൽസിന് വേണ്ടിയിട്ടുള്ള വാമപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വാമപ്പ് വരാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴുത്തിൽ നിന്ന് തുടങ്ങാം. ജസ്റ്റ് നമ്മൾ നിവർന്ന് നിൽക്കുക, എന്നിട്ട് കഴുത്ത് ഹാഫ് വേ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഹാഫ് വേ ചെയ്യുക. ഒരു മിനിമം 5 ടൈംസ് എന്നുള്ള രീതിയിൽ 1 വേ റൊട്ടേറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ പുറകിലോട്ട് ഹാഫ് വേ റൊട്ടേറ്റ് ചെയ്യുക. 5 ടൈംസ് 2 3 ഈ ഒരു സ്പീഡിൽ നമ്മൾ 5 ടൈംസ് ചെയ്യാം. അതിനുശേഷം ഇനി ഷോൾഡേഴ്സ് ആണ്. ജസ്റ്റ് ഇത് കൈ ഇവിടെ തന്നെ വെക്കുക, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇതും നമ്മൾ 5 ടൈംസ് ഒരു ഡയറക്ഷൻ, ദെൻ ഓപ്പോസിറ്റ് 5 ടൈംസ്. ഇതേപോലെ കൈ ഫ്രണ്ടിലോട്ട് നീട്ടിപ്പിടിക്കുക. സെയിം ഇതേപോലെ തന്നെ നമ്മൾ 2 കൈയും ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യാം. ഒരു ഡയറക്ഷൻ 5, ഓപ്പോസിറ്റ് 5. നമ്മൾ ഫസ്റ്റിൽ തുടങ്ങുന്ന ആൾക്കാർ ഈ ഒരു തരത്തിൽ വാമപ്പ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിനനുസരിച്ച് ഓരോ മസിൽസിലും ഇൻറ്റൻസിറ്റി അനുസരിച്ച് വാമപ്പിൻ്റെ ദൈർഘ്യം കൂട്ടിക്കൊണ്ടുവരാം. അതിനുശേഷം ഫ്രണ്ടിലോട്ട് കൈ നീട്ടി പിടിക്കുക, ദെൻ വീണ്ടും അടുത്തത്. ഇത് നമ്മൾ ചെസ്റ്റിലോട്ട് പ്രത്യേകിച്ചും പുഷപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെസ്റ്റിലോട്ടുള്ള വർക്കൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ട് എന്തായാലും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എല്ലാം മിനിമം നമ്മളൊരു 5 ടൈംസ് എന്തായാലും ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി കൈ ജസ്റ്റ് മടക്കി നിവർത്തുക. ഇത് ചെയ്യുമ്പോൾ കുടയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ നമ്മൾ മടക്കി നിവർത്തുക. ഇതൊരു 10 ടൈംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈസപ്പ് മസിൽസിനും അതുപോലെ നമ്മുടെ ട്രൈസപ്പ് മസിൽസിനും ഒക്കെ നല്ല ഒരു വ്യായാമം കിട്ടും. അതിനുശേഷം മുഷ്ടി ചുരുട്ടി പിടിക്കുക, താഴോട്ട് മുഷ്ടി ചുരുട്ടി മടക്കുക, ദെൻ നിവർത്തി കൊണ്ടുവരിക. ഇതൊരു 5 ടൈംസ് മിനിമം ചെയ്യുക. നമ്മൾ കയ്യിലോട്ട് കൂടുതൽ ലോഡ് വരുന്നത്, അതുപോലെ റിസ്റ്റിലോട്ട് കൂടുതൽ ലോഡ് വരുന്ന വർക്കൗട്ടിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വാമപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹിപ്പാണ്. ഹിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഷോൾഡർ ലെവലിൽ കാല് ബാലൻസ് ചെയ്ത് അകത്തി വയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. നിവർന്ന് നിൽക്കുക, ജസ്റ്റ് സൈഡിലോട്ട് ഹിപ്പ് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിൽ 1 ഡയറക്ഷൻ 3, ഓപ്പോസിറ്റ് 3 എന്നുള്ള രീതിയിൽ ചെയ്യാം. ഓപ്പോസിറ്റ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽമുട്ട് ജസ്റ്റ് മടക്കി നിവർത്തുക. കുടയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ മടക്കി നിവർത്താം. ഇതൊരു 10 ടൈംസ് ചെയ്യാം. അതുപോലെ അടുത്ത കാല് 10 ടൈംസ് ചെയ്യാം. ഓക്കെ, ഇനി നിവർന്ന് നിൽക്കുക. നമ്മുടെ ബാലൻസ് ചെയ്ത് നിന്നതിന് ശേഷം കാൽമുട്ട് ഉയർത്തുക, സൈഡിലോട്ട് ചരിക്കുക, സൈഡിൽ കൊണ്ടുവരാം. ഇതും ജസ്റ്റ് നമ്മൾ 5 ടൈംസ് മിനിമം ഓരോ സൈഡും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഹിപ്പിൻ്റെ ഒക്കെ മൊബിലിറ്റി കൂട്ടാനായിട്ട് ഇത്തരത്തിലുള്ള നമ്മുടെ അരക്കെട്ടിന് താഴെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് സൈഡിലോട്ട് കാല് നീട്ടി വയ്ക്കുക, സൈഡിലോട്ട് ഉയർത്താം, ബാക്കിലോട്ട് കൊണ്ടുവരാം, സൈഡിലോട്ട് ഉയർത്താം, ഫ്രണ്ട്, ദെൻ സൈഡ്, ബാക്ക്. ബാലൻസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ എവിടെയെങ്കിലും പിടിച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതും ഓരോ സൈഡും 5 എണ്ണം വീതം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതുപോലെ അടുത്ത സൈഡ് ഫ്രണ്ടിൽ വയ്ക്കുക, ബാക്ക്. നമ്മൾ വാമപ്പ് ചെയ്യുമ്പോൾ മാക്സിമം സ്ട്രെയിൻ എടുക്കാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ആംഗിളാണ്. അപ്പോൾ ആംഗിൾ ചെയ്യുന്നവർ അവർ ചെയ്യുന്ന വർക്കൗട്ടിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പം നമ്മൾ ജസ്റ്റ് താഴോട്ട് നിവർത്തുക, താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക, ഇത്ര തന്നെ ചെയ്യാനുള്ളൂ. പിന്നെ ചിലവർ ഗെയിംസൊക്കെ കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ സൈഡിലോട്ടും ചെയ്യാറുണ്ട്, അതുപോലെ റൊട്ടേഷനും ചെയ്യാറുണ്ട്. റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര എണ്ണമാണോ ഒരു ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് തിരിച്ചും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫുൾ ബോഡി ജോയിൻസിനും വേണ്ടിയിട്ടുള്ളത്, അതുപോലെ നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള വാമപ്പ് എക്സസൈസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ.